സമ്മതേ നമ്മൾ ഇന്ന് 1200 പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. വായോ കാണിച്ചു തരാം. ആദ്യം തന്നെ തക്കാളി കട്ട് ചെയ്തെടുക്കുക. വട്ടത്തിലുള്ള ചെമ്പിൽ കഴുകിയിട്ട് തക്കാളി നീരൊന്നും പുറത്തു പോകാത്ത രീതിയിൽ തന്നെ അതിലിട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റൊരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായി വന്നതിന് ശേഷം കറിവേപ്പിലയും സവാളയും കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. കല്ലുപ്പിട്ട് കൊടുത്ത് സവാള ഒന്നും ഇങ്ങോട്ട് വാട്ടിയതിന് ശേഷം പട്ടാണിക്കടല ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ക്യാരറ്റ്, മുള്ളങ്കി, ബീൻസ്, പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, തൈര്, മഞ്ഞൾപ്പൊടി, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയോ അതുപോലെ തന്നെ നീരുണ്ടല്ലോ, ആ നീരെല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. മല്ലിയില, പുതിന, കറിവേപ്പില, പിന്നെ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, കോളിഫ്ലവർ, മല്ലിപ്പൊടി, മസാല ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇനി അരി ഊറ്റിയെടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഊറ്റിയെടുത്ത അരി എന്നിട്ട് മസാലയുടെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. നേരത്തെ വറുത്ത് വെച്ച സവാളയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി വീണ്ടും അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യുക, റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദമ്മ് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഏറ്റവും മുകളിൽ കുറച്ച് 6 kg അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നേരത്തെ സവാളൊക്കെ വറുത്തടിച്ച ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി മൈദമാവ് ചുറ്റും ഒട്ടിച്ച് മൂടി വെച്ച് 2 അടി അടിച്ച് കല്ലും വെച്ച് കനലങ്ങോട്ട് മുകളിൽ കോരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മ് റെഡിയായി. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മ് പൊട്ടിച്ച് വിളമ്പാനുള്ള പരിപാടിയാണ് നോക്കാൻ പോണത്. ഇനി റൈസ് മൊത്തം മറ്റൊരു ചെമ്പിലേക്ക് കുത്തിയിടുക. അപ്പോൾ അടിയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മസാല ശരിക്ക് കാണാൻ പറ്റും. നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടില്ല, അടിയിൽ മസാല മാത്രം കിടക്കുന്നത് അതേപോലെ കാണാൻ പറ്റും. കുറച്ച് മസാല അതിന്റെ മേലെ ഇട്ടിട്ട് മിക്സ് ചെയ്യുള്ളൂ, അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ആക്കില്ല. എല്ലാം കൂടി മിക്സ് ചെയ്യും ഇതേപോലെ അല്ലേ, അപ്പൊ കട്ടൊന്നുമില്ല. ഒരു രീതിയിലുള്ള മസാല ലാസ്റ്റ് എത്തുമ്പോൾ വാങ്ങിക്കണം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലും അണ്ടിപ്പരിപ്പും നിന്നിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ സാധാരണ നമ്മള് കഴിക്കല് നല്ല ചിക്കൻ ബിരിയാണി മന്തിയൊക്കെയാണ്, പക്ഷെ അതിലൊരു വേറിട്ടൊരു പരിപാടിയാണ് ചെയ്യാൻ കണ്ടത്. വെജിറ്റബിൾ ബിരിയാണി, നല്ല ചിക്കന്, നല്ല ഗ്രേവി, സൂപ്പറായി.